എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടത്തോടുകൊണ്ടൊരു ബേർഡിനെയാണ്. അതും വ്യത്യസ്തമായിട്ടൊരു ബേർഡിനെയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ആ മുട്ടത്തോടെല്ലാം ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് കവർ ചെയ്യാണ്. വൈറ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി അതിനൊരു ഹെഡ്, ഒരു തല വെക്കാനായിട്ടും ടിഷ്യൂ പേപ്പർ ഉരുട്ടി ആ ഒരു മുട്ടത്തോട് കവർ ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് വേണം നമ്മൾ ആ ഒരു ഹെഡ് വെച്ച് കവർ ചെയ്യാനായിട്ട്. ഇനി ഞാനത് കംപ്ലീറ്റ് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തൊരു ബേർഡിൻ്റെ ഷേപ്പ് ആക്കത്തക്ക വിധത്തിൽ ചെയ്ത് വെച്ച് ഇനി അതിൻ്റെ ഒരു ടെയിലിന് വേണ്ടിയിട്ട് കോർണർ മടക്കി അതിനെ ഒരു ടെയിലിൻ്റെ ഷേപ്പായിട്ട് മടക്കി വെച്ച് കട്ട് ചെയ്താൽ നമുക്കത് മൂന്നായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും, ഫോൾഡ് ചെയ്ത് കട്ട്. ഇനി അതിനൊരു വിങ്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു വിങ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനെ 2-3 ലൈനാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന കണക്ക് ഇതുപോലെ വിങ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് വേണ്ടിയിട്ടാണ്. മുട്ടത്തോട് വെച്ച് തന്നെ നമുക്ക് പല ഷേപ്പുകൾ നമുക്ക് ചെയ്യാം. അതെല്ലാം നമ്മൾ സാധാരണ ഞാനത് ന്യൂസ് പേപ്പർ വെച്ചാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ അതിലും നല്ല എളുപ്പമുണ്ട്. നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിനൊത്തത് നമ്മൾ വെറും ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി കവർ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഏത് സ്വാനോ അരേനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മുട്ടത്തോട് വെച്ച് ചെയ്തെടുക്കാം. ഞാനിതുപോലെ മുട്ടത്തോട് ഇപ്പോൾ ഒരെണ്ണം പോലും വേസ്റ്റ് ചെയ്യാതെ ഞാനതെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് മുട്ടത്തോടിലെടുക്കാം. നമ്മൾ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം, എല്ലാ ബേർഡ്സ് ആയാലും ആനിമൽസ് ആയാലും എല്ലാം നമുക്ക് മുട്ടത്തോടിൽ ചെയ്യാം. അത് മുട്ടത്തോട് തങ്ങളിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചതിനു ശേഷം അത് നമ്മൾ ഇതുപോലെ പേപ്പർ, അതായത് ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ അതിൻ്റെ ആ ഷേപ്പിന് തന്നെ എടുക്കാൻ പറ്റും. ഒട്ടിച്ചെടുത്ത് അതിൻ്റെ ടെയിലും വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അതിൻ്റെ വിങ്സും അതേപോലെ ചെയ്ത് സെയിം അതേപോലെ തന്നെ 2 സൈഡിലും വിങ്സ് വെച്ച്. ഇത് എന്ന് പറഞ്ഞാൽ സക്കിങ് ബേർഡാണ്. അത് തേൻ അത് ഊറ്റി കുടിക്കുന്നത്, അതുപോലത്തെ ഒരു ബീക്കും കൂടിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. കുറച്ച് നീളമുള്ളൊരു ബീക്ക് അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതും നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ 3-4 മടക്കി അതേപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അത് കിട്ടും. ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ അത് കാണുമ്പം തന്നെ അവർക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി മെത്തേഡായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 വിങ്സും ടെയിൽസും നമുക്ക് ഇതുപോലെ തന്നെ കോർണർ വെച്ച് ഒട്ടിച്ചെടുക്കുക. മനോഹരമായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുത്ത് ഇനി അത് നമ്മളത് അതിൻ്റേതായിട്ടുള്ള കളറ് ചെയ്താൽ മതി. അത് എന്ന് വെച്ചാൽ ഗ്രീൻ, ബ്ലൂ, അതുപോലെ തന്നെ പിങ്ക്, ഇതെല്ലാ കളറും കൂടി മിക്സിങ് ആണ്. നല്ലൊരു മിനുക്കത്തോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ളൊരു ബേർഡ് തന്നെയാണിത്. അപ്പോൾ അതിനെ നമ്മളിനി അത് കളർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഇപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റി. ഇനി കളർ ചെയ്യുകയാണ്. ഇതിപ്പം മോൻ ഇരുന്നത് കളർ ചെയ്യുകയാണ്. അവന് കളറിങ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ബ്രഷ് കൊടുത്ത് അവൻ ആ ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ അവൻ പതുക്കെ സാവകാശം ഇരുന്നത് കളർ ചെയ്തോളും. കളറിങ് ഭയങ്കര ഇഷ്ടമായിട്ട് ആണ്. അപ്പോൾ അത് അവനെ കൊണ്ട് പറ്റുന്ന കളറിങ് ഞാൻ കൊടുക്കാറുണ്ട്. നമുക്കിതുപോലെ ബ്ലൂ കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്ലിറ്റേർഡ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ബ്ലൂവും ഒരു ഗ്രീനും അതിൽ ബ്ലൂവും ഗ്രീനും കളർ മിക്സായിട്ടാണ് വരുന്നത്. ആദ്യമേ ബ്ലൂ കളർ അടിച്ചതേ ഉള്ളൂ. അത് ബ്ലൂ വേണ്ടുന്ന ഭാഗത്തോട്ട് ബ്ലൂ കളർ അടിക്കാം. ആ ഒരു ബേർഡ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ട് കളറുള്ള നല്ല തിളക്കമുള്ളൊരു ബേർഡാണ്. അപ്പം ആദ്യമേ ആ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഗോൾഡൻ കളറും ഈ കാണിച്ചിരിക്കുന്ന കണക്ക് പല മിക്സഡ് കളർ നമ്മൾ കൊടുത്ത് ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് നല്ലൊരു ബേർഡിനെ തന്നെ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മുട്ടത്തോട് വെച്ച് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. പല കളർ കോമ്പിനേഷനോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡനും അതുപോലെ തന്നെ ബ്ലൂവും ഡാർക്ക് ലൈറ്റ് ബ്ലൂവും കൂടി കൊടുത്താണ്